മണിപ്പൂരിൽ വീണ്ടും സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് മണിപ്പൂരിലെ സോനാപതി പട്ടണത്തിലുള്ള ആസാം റൈഫിൾ ക്യാമ്പിൽ വൻ ആക്രമണമാണ് 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രദേശത്ത് വ്യാപകമായ ഒരു തിരച്ചിൽ നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ആസാം റൈഫിൾ ഉദ്യോഗസ്ഥർക്ക് നേരെ മണിപ്പൂരിലെ ജനങ്ങൾ ഒരു ആക്രമണം അയച്ചുവിട്ടത്. ആസാം റൈഫിൾ സേനയ്ക്ക് നേരെ ജനക്കൂട്ടം തീവെപ്പും അതോടൊപ്പം തന്നെ കല്ലേറും ആക്രമണവും നടത്തിയതിനെ തുടർന്ന് അവരെ പിരിച്ചുവിടാനായി സുരക്ഷാ സേന ആകാശത്തേക്ക് വെടി വെക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി. കൂടാതെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുകയും ചെയ്തു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഓഗ്ലോങ്ങിലെ നിയുക്ത NSC ക്യാമ്പിന് സമീപം ഏകദേശം 2 കിലോമീറ്റർ പടിഞ്ഞാറുള്ള ബ്യൂക്ലോങ്ങിലാണ് പൊതുപ്രദേശത്ത് സായുധ കേഡറുകളുടെ സാന്നിധ്യം സംബന്ധിച്ച് ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആസാം റൈഫിൾ ഒരു പ്രദേശം വളഞ്ഞ് വ്യാപകമായ ഒരു പരിശോധന നടത്തിയത്. ആ പരിശോധന പുരോഗമിക്കവേ തിരച്ചിൽ പ്രവർത്തനവും ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് ഡിഫൻസ് PRO ഒരു അറിയിപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആസാമിൽ സായുധ സേന വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ പരിശോധന നടത്തുന്നുണ്ട്. ഇത് അറിഞ്ഞതോടുകൂടിയാണ് ചില ആളുകൾ ആസാം റൈഫിൾ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തിയത്. ഇന്റലിജൻസ് റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സൂചിപ്പിക്കുന്നത് നിയുക്ത ക്യാമ്പുകൾക്ക് പുറത്ത് ആയുധങ്ങളുമായി യൂണിഫോം ധരിച്ച് സായുധരായ കേഡർമാർ നീങ്ങുന്നുണ്ട് എന്നാണ്. ഇത് സ്ഥാപിതമായ വെടിനിർത്തൽ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് വ്യക്തമാണ്. ലംഘനങ്ങളെയും അതോടൊപ്പം തന്നെ അനുബന്ധ സുരക്ഷാ ആശങ്കകളെയും കുറിച്ച് വെടിനിർത്തൽ നിരീക്ഷണ ഗ്രൂപ്പിനെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നുവെന്ന് പ്രസ്താവനയിൽ പറയുകയാണ്. ഈ ദൗത്യത്തിനിടെ മക്ലോങ്ങിൽ ഒക്ലോങ് ഗ്രാമങ്ങളിലേക്ക് നീങ്ങുകയായിരുന്ന ആസാം റൈഫിൾ സംഘങ്ങളെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ തടഞ്ഞുവെക്കുന്ന ഒരു സംഭവമുണ്ടായി. അതീവ സംയമനം പാലിച്ച് സേനാവിഭാഗം പ്രാദേശിക പ്രതിനിധികളുമായി ആശയവിനിമയമാണ് നടത്തിയത്. സ്ത്രീകളെ തടഞ്ഞുവെച്ചപ്പോൾ സ്ത്രീകൾ ആദ്യം കരുതിയത് സേനാവിഭാഗങ്ങൾ, അതായത് ആസാം റൈഫിൾ ഉദ്യോഗസ്ഥർ സ്ത്രീകളെ ആക്രമിക്കും എന്ന് കരുതിയെങ്കിലും പക്ഷെ അവർ ഒരു തരത്തിലുമുള്ള പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലേക്കൊന്നും സൈന്യം പോയില്ല. സ്ത്രീകളുമായി സമാധാനപരമായ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ആശയവിനിമയമാണ് അവർ നടത്തിയത്. പ്രദേശത്ത് സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാൻ മാത്രമാണ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് സൈന്യം സ്ത്രീകളെയും അവിടുത്തെ ജനങ്ങളെയും ബോധ്യപ്പെടുത്തിയതായാണ് ലഭിക്കുന്ന സൂചനകൾ. അധികൃതരുടെ അനുമതിയില്ലാതെ ഒരു ഗ്രാമത്തിലും പ്രവേശിക്കാനാകില്ല എന്ന സേനാഭാഗം പ്രാദേശിക പ്രതിനിധികൾക്ക് ഉറപ്പ് നൽകിയതായും പറയുന്നുണ്ട്. ഓഗ്ലോങ് ഗ്രാമത്തിന്റെ പരിധിയിലുള്ള NSCN-IM-ന്റെ ഹുത്രോഗ് ബ്രിഗേഡ് ആസ്ഥാനവും ആസാം റൈഫിളും തമ്മിൽ സംഘർഷാവസ്ഥ ഉടലെടുക്കുന്നുവെന്ന സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് സേനാപതി പട്ടണത്തിൽ ആശങ്ക വലിയ രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യമായ നടപടികൾക്കായി പട്ടണത്തിലെ ട്രാഫിക് പോയിന്റിൽ ഒത്തുകൂടാൻ പൊതുജനങ്ങളോട് ഈ സന്ദേശം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വൻതോതിൽ ആളുകൾ അവിടെ തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. രാത്രി 9 മണിയോടെ പട്ടണത്തിൽ ഒത്തുകൂടിയ പ്രതിഷേധക്കാർ ആസാം റൈഫിളിന്റെ കമ്പനി ഓപ്പറേറ്റിംഗ് ബേസിലേക്ക് മാർച്ച് നടത്തി. 30 മിനിറ്റിനുള്ളിൽ ക്യാമ്പിലെത്തിയ സംഘം കല്ലെറിയുകയും വസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തതായാണ് സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നത്. സേനാഭാഗങ്ങളെ പിൻവലിച്ചിട്ടും ഇത്തരമൊരു സംഭവം ഉണ്ടായതായി പ്രതിരോധ വിഭാഗം പറഞ്ഞിരിക്കുകയാണ്. പരമമായ പ്രൊഫഷണലിസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മണിപ്പൂർ പോലീസുമായി ഏകോപിപ്പിച്ച് വെടിവെപ്പും കണ്ണീർവാതക ഗ്രനേഡുകളും ഉപയോഗിച്ച് ആക്രമണാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കൂടുതൽ സംഘർഷം തടയാനും സേന പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് നേരെ വെടിവെപ്പൊന്നും നടത്താതെ അവരെ ഒന്ന് വിരട്ടാൻ അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ആകാശത്തേക്ക് വെടിവെപ്പ് നടത്തുകയും ദൂരേക്ക് കണ്ണീർവാതകമൊക്കെ പ്രയോഗിക്കുകയുമാണ് ഇപ്പോൾ അവിടെ സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നതിനായി സേനാപതി പോലീസിനെയും CRPF-നെയും അവിടെ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ഭാഗം ജനക്കൂട്ടം ആസാം റൈഫിൾസ് വാഹനങ്ങൾ നശിപ്പിക്കുകയും കേടുപാടുകൾ വരുത്തുകയും അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ലൈറ്റ് വാഹനം കത്തിച്ചപ്പോൾ 2 ട്രക്കുകളും മറിച്ചിട്ട് അവർ കേടുപാടുകൾ വരുത്തി. പ്രാദേശിക വൃത്തങ്ങൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് പ്രതിഷേധത്തിനിടെ COB ഗേറ്റിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ഓൾട്ടോ കാർ പ്രതിഷേധക്കാർ കത്തിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചന. സമീപത്തുള്ള ഒരു വെയിറ്റിംഗ് ഷെഡും കത്തിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച മുതൽ മണിപ്പൂരിലെ ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, ചുരാന്താപൂർ ജില്ലകളിൽ നടന്ന ഓപ്പറേഷനുകളിൽ വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും മണിപ്പൂരിൽ നിന്ന് സുരക്ഷാ സേന കണ്ടെത്തിയിട്ടുണ്ട്. ഓപ്പറേഷനിൽ ഒരു അസോൾട്ട് റൈഫിളും പിസ്റ്റലും കൈവശം വെച്ചിരുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച രാവിലെ മണിപ്പൂർ പോലീസിന്റെയും 33 ആസാം റൈഫിൾസിന്റെയും സംയുക്ത സംഘം ഇംഫാൽ വെസ്റ്റ് ജില്ലയിൽ വാങ്ഹോങ് പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ലോക്ത തടാകത്തിന് സമീപമുള്ള ഇഷോക് മാങ്ങാങ് മേഖലയിൽ ഒരു ഒളിപ്പിച്ചു വെച്ച ആയുധശേഖരം കണ്ടെത്തിയെന്നാണ് ലഭിക്കുന്ന സൂചന. അതായത് മണിപ്പൂരിൽ വീണ്ടും ഒരു കലാപം അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങളെത്താൻ പുറത്തുനിന്ന് ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്നാണ് സൈന്യം തന്നെ ഇപ്പോൾ പറയുന്നത്.